ഹലോ എവരി വൺ. അങ്ങനെ വീണ്ടും വീക്കെൻഡ് എത്തിയല്ലേ. ഇപ്പോൾ വീക്കെൻഡിലാണ് കേട്ടോ എനിക്ക് കുറച്ചധികം ഓർഡേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചായിട്ടുള്ള അലങ്കോല പണികളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ തന്നെയാണ് കേട്ടോ ആർട്ടും ക്രാഫ്റ്റൊക്കെ കൊച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് അലങ്കോല പണികളൊക്കെ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, പിസ്താ ഷെല്ലിൽ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളതാണേ. ഇതുപോലെ എൻ്റെ കൂടെ ഇരുന്ന് ഓരോന്ന് ചെയ്യാനായിട്ട് കൊച്ചിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. പോപ്സിക്കിൾ സ്റ്റിക്കിൽ, പിസ്താ ഷെല്ലിൽ, അതുപോലെ ബീച്ചിൽ നിന്ന് കിട്ടുന്ന കല്ലിൽ, ഇതിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ കലാവിരുത് തെളിയിക്കുന്നത്. അപ്പോൾ അലങ്കോല പണികളുടെ വിശേഷം അത്രയേ ഉള്ളൂ. ഇനി കേക്കിലേക്ക് തിരിച്ചു വരാം. ഇപ്പോഴത്തെ കൊച്ചുമക്കൾക്ക് എന്തൊക്കെ തീമിലുള്ള കേക്കിനോടാണല്ലേ ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്സിന് ഒന്നില്ലെങ്കിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ ഫുട്ബോളാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഓരോ കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ കാന്താരി റെസ്റ്റോറൻറ്റിലെ ചേട്ടൻ വഴി തന്നെയാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഓർഡറും വന്നിട്ടുള്ളത്. കസ്റ്റമർ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തീമിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. അങ്ങനെ എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നു. അപ്പോൾ പിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ബേബി ബസ് തീമിലുള്ള കേക്കല്ലേ എന്ന്. അപ്പോൾ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടതിൻ്റെ ഓരോരോ ഉപകാരങ്ങൾ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ബേബി ബസ് തീം തന്നെയാണ്, പക്ഷേ അതിൽ ഒരു പോലീസ് ഓഫീസറുണ്ട്, ലാബ്രഡോർ. അതിനെയാണ് കൊച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് മെയിനായിട്ടും വെച്ചേക്കണം കേട്ടോ എന്ന്. പിന്നെ കൊച്ചിൻ്റെ പേരും ഏജും അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി റെഫറൻസ് പിക്ക് തന്നുകൊണ്ട് തന്നെ എനിക്ക് പ്രിൻറ്റ് കണ്ടുപിടിക്കൽ മാത്രമാണ് ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പ്രിൻ്റ് എല്ലാം കണ്ടുപിടിച്ച് അവർ തന്ന റെഫറൻസ് പിക്ക് പോലെ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.